പ്രശാന്ത് സാർ നമസ്കാരം. ഇന്നലെ നമസ്കാരം. കോൺഗ്രസിന് അത്ര നല്ല ദിവസമായിരുന്നില്ല. കാരണം വലിയ രീതിയിൽ കോളിളക്കമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ് പാർലമെന്റിലേക്ക് കയറി ചെന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിദംബരവും രാഹുലൊക്കെ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ 3 പാക് ഭീകരരെയാണ് നമ്മുടെ സേന ആഹ്, ഇല്ലാതെയാക്കിയത്, തട്ടിക്കളഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നെഞ്ചത്തടിച്ചതുപോലെ ആയിപ്പോയി. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പകുതിക്ക് വെച്ച് നിന്ന് പോയതുപോലെ ആയിപ്പോയി. ചിദംബരമൊക്കെ ചോദിച്ചു, ഇവർ പാകിസ്ഥാനികളാണ്, പാക് ഭീകരരാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ്. അതിനുള്ള തെളിവൊക്കെ അമിത്ഷാ നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി ആസ് യൂഷ്വൽ ചോദിക്കുന്ന അതേ കാര്യങ്ങളാണ്. എത്ര തവണ ട്രംപ് പറഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധം നിർത്തിയത്, എത്ര മിസൈൽ പോയി, എത്ര ഉണ്ട പോയി എന്നൊക്കെയാണ് ചോദിച്ചത്. എന്തായാലും ഇന്നലെ കോൺഗ്രസിൻ്റെ വായിലിടാൻ നല്ല പോലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭരണകൂടം എന്നുള്ളതാണ്. സാർ, എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ? ഈ അബദ്ധത്തിൽ 65 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഒരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഒരുപക്ഷെ പണ്ട് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 100 കൊല്ലത്തെ പാരമ്പര്യം, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിനകത്ത് നിന്ന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന പാർട്ടി എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഗാന്ധിജിയുടെ പേര് വട്ടപ്പേരാക്കി പിന്നിങ്ങോട്ട് കൊണ്ടുവന്ന രീതിയിലും, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ രക്ഷകൻ ആണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത, അതിനു മുമ്പ് കണ്ടമാനം സ്വാതന്ത്ര്യ സമര പോരാളികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരം നൂറ്റാണ്ടുകളോട് നടന്നിട്ടുണ്ട്. അതിന് ഒത്തിരി ചരിത്രമുണ്ട്. പക്ഷെ അതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള രീതിയിൽ ആൾക്കാരെ ധരിപ്പിക്കുകയും, ഒരുപക്ഷെ ഏറ്റവും കറണ്ടായിട്ടുള്ള പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഗാന്ധിജിയും കോൺഗ്രസിനെയും ഒക്കെ കണ്ട് എല്ലാവരും കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസിനോട് ഒരു പരിവേഷമുണ്ട്. പക്ഷെ അന്ന് തൊട്ട് ഈ പറയുന്ന മഹാത്മാഗാന്ധിജിയെ നമുക്കിപ്പോ സംശയത്തിന്റെ നിഴലിൽ പലരും പറയുമ്പോൾ തോന്നിക്കത്തക്ക രീതിയിൽ അയാൾ നിയോഗിച്ച നെഹ്റുവും ഒക്കെ നമ്മള് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ചില ഒളിച്ചു കടത്തുകലുകൾ നടത്തുന്നുണ്ടായിരുന്നു എന്ന സംശയം ഇപ്പൊ ഏറ്റവും അവസാനം ഈ മന്ദബുദ്ധിയായിട്ടുള്ള മഹാനായ പ്രതിപക്ഷ നേതാവിന്റെ പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഈ പറഞ്ഞ ശത്രു രാജ്യങ്ങള് പാകിസ്ഥാൻ ആയാലും കൊള്ളാം, ചൈന ആയാലും കൊള്ളാം, നമ്മുടെ ശത്രുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് നിന്ന് അച്ചാരം മേടിക്കുന്നവരായിരുന്നു ഇവരെന്ന് ഇപ്പം ഇവരുടെ പ്രവൃത്തി നമ്മൾ നോക്കിക്കാണുമ്പോൾ, ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ, ഓർമ്മപ്പെടുത്തുമ്പോൾ, പുറകോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് തന്നെ ആയിരുന്നു എന്ന് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവര്. ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഇവർ ഇതിനുള്ള മാർഗവും സാധ്യതയും കൂടി ഉണ്ടാക്കിയെടുക്കും. അതായത് ഇപ്പം ഈ ഒരു വിഷയം ഇതിനു മുമ്പ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരു ഭരണഘടനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഭരണഘടന ദുർവിനിയോഗം ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഭരണഘടന നാളെ കാലത്ത് ഉണ്ടാവത്തില്ല, ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭരണഘടനയിൽ ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കത്തില്ല ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള നിരന്തരം ചർച്ച വെളിയിൽ കൊണ്ടുവരും. അത്തരത്തിൽ ഭരണഘടനയ്ക്കകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ചർച്ച പാർലമെന്റ് ഉണ്ടാകണോ എന്നും പറഞ്ഞുകൊണ്ട് ഭരണഘടന എടുത്തു വെച്ചിട്ടുമാർ അവിടെ വന്ന് വലിച്ചു കീറി ഒട്ടിച്ച് ഭരണഘടനയ്ക്കകത്ത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി, മഹാത്മാഗാന്ധി, നെഹ്റു ഇവരൊക്കെ ചെയ്ത കാര്യങ്ങൾ മൊത്തം വലിച്ചേറി ഒട്ടിച്ച് ലോകത്ത് മൊത്തം കേൾപ്പിച്ച് റെക്കോർഡുമായി അതിന്റെ പ്രചരണത്തിൽ അവർ ജാഥയും നടത്തും. അപ്പൊ അതവിടെ തീർന്നല്ലേ. ഇപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇവിടെ ഇദ്ദേഹം വന്നതിന് ശേഷം, അതായത് ഈ ഭരണാധികാരി വന്നതിന് ശേഷം 2014 ശേഷം മാത്രം പരിശോധിക്കുമ്പോൾ എത്ര സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ നടന്നു. ഇവിടെ വന്ന് ആക്രമിച്ചിട്ടുള്ളതും നമ്മുടെ താടിയെ തട്ടിയിട്ടുള്ളതും നമ്മളെ ഞോണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭീകരനെ പോലും വെറുതെ വിട്ടിട്ടുണ്ട്. ബാലാക്കോട്ട് ഭീകര അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അറിയാമായിരുന്നല്ലോ. അന്ന് ഇവര് ഈ പറയുന്നത് പോലെ തെളിവ് ചോദിച്ചവരാ. അതിനുശേഷം ഇപ്പം ഈ പറയുന്നത് പോലെ ഈ ഇവിടെ വന്ന് മതം നോക്കി മുണ്ടുപൊക്കി ലിംഗ നിർണയം നടത്തി ഇന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ പറഞ്ഞ് അതിനറിയാത്തവനെ കൊന്ന്, അത് ജാതി ചോദിച്ച് തന്നെ, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ ഉള്ളവൻ ഇന്ത്യയിലാണെങ്കിൽ പോലും അവരെ മാറ്റി നിർത്തി ജാതി മാത്രമാണ് ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞ് ഈ പറയുന്ന പാകിസ്ഥാൻ ഭീകരർ ഇവിടെ വന്ന് കൊല നടത്തിയിട്ട് പോകുമ്പോൾ അത് പാകിസ്ഥാൻ ഭീകരരാണെന്ന് എല്ലാ തെളിവുകളും ഉണ്ടാകുമ്പോൾ, ആ പാകിസ്ഥാനിന് വേണ്ടി തിരിച്ചടി കൊടുക്കുമ്പോൾ, ആ യുദ്ധത്തിനകത്ത് നമ്മൾ ജയിക്കുമ്പോൾ, ലോകം മൊത്തം അത് അംഗീകരിക്കുമ്പോൾ, ഇവിടുത്തെ യുദ്ധവിമാനത്തിന്റെ കണക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്നത് പോലെയുള്ള ഉണ്ടയുടെ കണക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന
കാര്യങ്ങളല്ല, പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി. ഇപ്പൊ ഇന്നലെ അത് ചർച്ചയ്ക്ക് പാർലമെന്റിൽ കൊണ്ടുവരികയാണ്. പാർലമെന്റിൽ വേണ്ട, സർവകക്ഷി യോഗത്തിനകത്ത് ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പാർലമെന്റിലുള്ള ചർച്ച ലോകം മൊത്തം കേൾക്കുന്നതാണ്. അപ്പം ആ ചർച്ച വേണ്ട, ഇന്ത്യ വിരുദ്ധരാണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം, നിങ്ങൾ ഇന്ത്യ വിരുദ്ധരാണെന്നുള്ള കാര്യം കോൺഗ്രസ് ലോകം അറിയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പാർലമെന്റിൽ ചർച്ച വേണ്ട. അവസാനം പറ്റത്തില്ല, പാർലമെന്റിൽ ചർച്ച ചെയ്തേക്കും. അവിടെ കൊണ്ടുവന്ന് ഇന്നലെ പലരും വന്നു. ഒന്ന് പ്രധാനപ്പെട്ട ബഹുമാനനായാലോ ഈ പറയുന്ന ചിദംബരം, അറിയാമല്ലോ, അയാൾ ആ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞു, ഇതെങ്ങനെ പാകിസ്ഥാനിലെ ഭീകരരാന്ന് മനസ്സിലായി, അവർ പാകിസ്ഥാനികളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അവർ പാകിസ്ഥാനികളല്ല. പാകിസ്ഥാൻ ഒരു പാവം പിടിച്ച രാജ്യം. ഇയാൾ ഇറക്കിയ പ്രസ്താവനയാണ്. ഇയാൾ നേരത്തെ ഈ പറയുന്ന പകൽഗാമിന് മുമ്പ് ഈ പറയുന്ന ബാലക്കോട്ട് ഭീകര നമ്മുടെ പട്ടാളക്കാരെ കൊന്നതിന് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അന്ന് തെളിവ് ചോദിച്ച ആളാ. അപ്പം അന്ന് തെളിവ് ചോദിച്ചപ്പോൾ അതേസമയം അത്തരത്തിൽ വർത്തമാനം പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഈ പറയുന്ന ബോംബെ അറിയാമല്ലോ, ഭീകരാക്രമണം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആകെ ഉള്ളത് കാവ്യ ഭീകരതയാന്ന് പറഞ്ഞു. അന്ന് ഇയാളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയതാ. അതിനുശേഷം ഇയാൾ തമിഴ്നാട്ടിൽ വ്യാജമായിട്ട് ജയിച്ചെന്ന് വരെ ആരോപണം വന്നു. അല്ലെങ്കിൽ ഇയാളുടെ മകന്റെ പുറകിൽ പല കേസുകൾ വന്നു. അപ്പം ഇയാള് ഈ പറയുന്നത് പോലെ ഇയാളുടെ പേര് നേരത്തെ ആരോപണം നമുക്കെല്ലാം അറിയാമല്ലോ. ധനകാര്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ നമ്മളുടെ ഈ വിദേശത്താണ് നമ്മുടെ കറൻസി അടിച്ചുകൊണ്ടിരിക്കുന്ന, ആ കറൻസി അടിക്കുന്ന അല്ലെങ്കിൽ കറൻസി അടിക്കാൻ തീരുമാനം എടുത്തു കൊടുത്ത പ്രസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കറൻസി അടിക്കുന്ന അതേ പ്രസ്സിലായത് ആക്കി കൊടുക്കുകയും നമ്മളുടെ കറൻസി അടിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി അടിച്ച് വിതരണം ചെയ്യുകയും അത്തരത്തിൽ ആ നോട്ടുകൾ കോടാനുകൂടി ഇവിടെ കൊണ്ടുവന്ന് റിസർവ് ബാങ്കിൽ കൂടെ കയറ്റി വിടുകയും ചെയ്ത ഒരു ധനകാര്യമന്ത്രി എന്നുള്ള ആക്ഷേപവും അതിന് തെളിവുകളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് കൂടുതൽ വിശാലത കൊടുക്കാൻ ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുണ്ട്. ഇന്ത്യക്ക് അങ്ങനെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രചരണം കൊടുക്കാൻ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് അതായിരുന്നു അയാളുടെ ജോലി. ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടിരിക്കുമ്പോൾ അത്തരത്തിലൊരു നേതാവ് ഇന്ത്യയെ ഒറ്റി അന്നും ഇന്നും പണമുണ്ടാക്കുന്നു അല്ലെങ്കിൽ അത്തരം നിലപാടുമായിട്ട് നിൽക്കുന്നു. അന്ന് അയാൾ ആ രീതിയിൽ അധികാരം ഇരുന്നപ്പോൾ ആ രീതിയിൽ നിന്നു. ഇന്ത്യ ഒറ്റുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത് ഉള്ളത് കാവ്യ ഭീകരതയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതിന് ശേഷം പ്രതിപക്ഷത്ത് വന്നപ്പോൾ ഈ ബാലക്കോട്ട് നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം എല്ലാരും അംഗീകരിച്ച ലോകത്ത് തെളിവ് കൊടുത്ത ഈ പറയുന്ന പകൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധുവിന്റെ തിരിച്ചടിക്കകത്ത് പാകിസ്ഥാനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നലെ വന്നപ്പോൾ തന്നെ ഇവിടെ ചർച്ച നമ്മൾ പരിശോധിക്കേണ്ട, അമിത്ഷായി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നിലപാടുകൾ പറഞ്ഞു, വലിച്ചു കീറി ഓരോ നേതാക്കന്മാരും ഇടയ്ക്കിയ പ്രസ്താവന അദ്ദേഹം എടുത്തു വെച്ച് പറഞ്ഞതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രീതി ഷിൻഡെ എന്ന് പറഞ്ഞ ഒരുത്തി വെച്ചാൽ ഇതൊരു തമാശയായിരുന്നു. അല്ലെങ്കിൽ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ തമാശയായിരുന്നു. കോൺഗ്രസിന്റെ ഒരു MLA പറഞ്ഞു. അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു കേട്ടോ, ഇമാർ എത്ര വിട്ടികൾ 5ാമത്തെ തവണ MP ആയിട്ടിരിക്കുന്ന ഹൂഡെ എന്ന് പറഞ്ഞു, ദീപേന്ദ്ര സിംഗ് ഹൂഡെ. പുള്ളി പറഞ്ഞത് ഈ ട്രംപ് ആണ് യുദ്ധം നിർത്തിയത്. ട്രംപ് അത്തരത്തിൽ പറഞ്ഞു. ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ട്രംപിനെതിരെ നടപടിയെടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ അങ്ങനെ നടപടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അദ്ദേഹത്തിന്റെ ഡൊണാൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. ട്രംപിന്റെ അല്ല സ്ഥാപനം, അങ്ങനത്തെ ഒരു പേരെന്നേ ഉള്ളൂ. ഡൊണാൾഡ് എന്ന് പറഞ്ഞ പുള്ളി വിചാരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാപനം. അത്രയ്ക്കുള്ള ഊരുള്ളൂ. അയാൾ 5ാമത്തെ തവണ MP, അയാൾ 5ാമത്തെ തവണ കോൺഗ്രസിന്റെ MP ആണ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പം ഇതിനകത്ത് വിഡ്ഢികളുടെ രാജാവായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവും അത്തരത്തിൽ വിഡ്ഢികൾ മാത്രമുള്ള ഒരു കോൺഗ്രസും വലിച്ചീരൊട്ടിച്ചു. വേറെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത ആൾക്കാരെയൊക്കെ ഓരോ കാര്യം പറഞ്ഞു. സോണിയാഗാന്ധിയെ പറഞ്ഞു, അല്ലെങ്കിൽ ഭീകരർക്ക് വേണ്ടി ആഘോഷം ഉണ്ടാക്കിയല്ല, ഭീകരർ മരിച്ചപ്പോൾ, ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ മരിച്ചപ്പോൾ നിങ്ങൾ കണ്ണീരൊഴിക്കതില്ലേന്ന് ചോദിച്ചു. അതുപോലെ തന്നെ പപ്പു ചോദിക്കുന്ന ഒരു ചോദ്യം കിട്ടില്ല, പാർലമെന്റിൽ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു ട്രംപ് അല്ല യുദ്ധം നിർത്തിയത്. ഇന്നലെ അദ്ദേഹം രാവിലെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ട്രംപ് അല്ല യുദ്ധം നിർത്തിയത് നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ സാധിക്കുമോ? ട്രംപിനെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ട്രംപിനെതിരെ എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇന്ത്യക്ക് അത് നടപടിയെടുക്കുന്നത്? ട്രംപിനെ നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റാൻ പറ്റും? അല്ലെ, എന്തൊരു വിഡിത്ത! ട്രംപിനെതിരെ നടപടിയെടുക്കാൻ പറ്റും. അപ്പൊ ട്രംപും ഇന്ത്യയുമായിട്ട് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ആ രാജ്യവുമായിട്ട് എന്തെങ്കിലും ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം അങ്ങ് ഇല്ലായ്മ ചെയ്താൽ, നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ ആ രാജ്യം എതിർത്ത് നിന്നാൽ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിച്ചാൽ അത്തരം ഒരു ആശ്വാസം കിട്ടുമല്ലോ. പുള്ളി പലയിടത്തും പോയി പല കാര്യം നോക്കി ഇവിടെ നിന്ന് നടത്തിയിട്ടൊന്നും കാര്യങ്ങൾ നടക്കാത്തപ്പോ അതാര് ട്രംപിന്റെ. അപ്പൊ ട്രംപിനെതിരെ ഇന്നലെ നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞു, ട്രംപ് ചെയ്തിട്ടില്ല. നമ്മൾ അമേരിക്കയിൽ പോയി പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ജയശങ്കർ പറഞ്ഞില്ലേ, തരൂരിനെ കൊണ്ട് പറയിച്ചില്ലേ, ഇവിടുത്തെ ചാവാലി പിള്ളേരെ കൊണ്ട് വരെ പറയിച്ചില്ലേ? ട്രംപിന് അത്ര സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരെ പറയുന്നില്ലേ ട്രംപ് അല്ലെന്ന്? മനസ്സിലാവുന്നില്ലേ? അപ്പൊ എന്നിട്ട് ഇയാൾക്ക് ബോധ്യം വരുന്നില്ല. മനസ്സിലായി. അപ്പൊ അത്തരത്തിലേക്കുള്ള ഇന്നലത്തെ ഒരു ദിവസത്തോടു കൂടി ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന പാർട്ടിക്ക് ആഭ്യന്തരമന്ത്രിയും
നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയുടെ മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കത്തില്ല. അയാളുടെ ഒരു അപ്പൊ പിന്നെ പ്രധാനമന്ത്രിയുടെ പറയേണ്ടതായിട്ടുണ്ട്. ഈ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി കേൾക്കാൻ 10,000 പേരുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ മറുപടി കേൾക്കാൻ ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം കേൾക്കും. നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത്രയ്ക്ക് ഫോളോവേഴ്സ് ഉള്ളത്. അത് എന്ത് പറയുന്നെന്ന് കേൾക്കാനുള്ള. ഇന്നലെ അതിന്റെ മറുപടി എന്ത് ഈ 65 കൊല്ലം ഇവിടെ ഭരിച്ചിരുന്ന, അതിന്റെ ഇടയ്ക്ക് വെച്ചൊരു VP സിംഗോ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം ഒരു നമ്മുടെ BJP ഒക്കെ ഭരിച്ച കൂടാതെ മൊത്തത്തിൽ നോക്കുമ്പോൾ 65 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. ഇവന്മാർ ചെയ്തത് മൊത്തം ഇന്ത്യക്കെതിരാണ്. ഇത് മനസ്സിലാക്കിയല്ലേ കയറി ഏറ്റുമുട്ടാൻ നിൽക്കേണ്ടത്. BJP പോലുള്ള പാർട്ടിക്കകത്ത്. BJP പോലുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ മോശമാണോ? നമ്മൾ ഈ പറയുന്നത് എണ്ണം പറഞ്ഞ നേതാക്കന്മാർ, നരേന്ദ്രമോദി, അതുപോലെ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, ജയശങ്കർ, ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ ആരെ മാറ്റി നിർത്താൻ അവരുടെ അടുത്ത് കൊണ്ട് ഇട്ടുകൊടുത്താൽ ഈ 65 കൊല്ലത്തിനകത്ത് ഈ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു രാജ്യങ്ങൾ ആക്രമിച്ചു ആ രാജ്യങ്ങളെ തിരിച്ചടി കൊടുത്തതും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിച്ച ജനങ്ങളുടെ കണക്കും ഇവർ ചെയ്ത കാര്യങ്ങളും ഇവരുടെ രാജ്യവിരുദ്ധതയും ഒക്കെ ഇന്നലെ ഒന്നൊന്നര മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞത് മൊത്തം ഇന്ത്യക്കകത്ത് പാർലമെന്റ് റെക്കോർഡായോ? ലോകം മൊത്തം ഇദ്ദേഹത്തെ കേൾക്കുന്നത് ലോകം മൊത്തം ആയോ? ഏകദേശം മതിയായി കാണാം. സിന്ധുവിന്റെ ചർച്ച പാർലമെന്റിൽ കൊണ്ടുവച്ച് ഇപ്പൊ കാച്ചാം വിമാനത്തിന്റെ കണക്ക് കൊടുത്ത് ഉണ്ടയുടെ കണക്ക് കൊടുത്ത് പിടിക്കാത്ത 3 ഭീകരന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് ആഘോഷിച്ച് നാളെ കാലത്തെ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ മതമൗലികവാദികൾ അല്ലെ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ 2014 ശേഷം ഇവർ ജയിക്കണ്ടേ? അന്ന് ഇതല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചാൽ അല്ലെങ്കിൽ മതമൗലികവാദികളുടെ വാക്കുകൾ ഏറ്റു പറഞ്ഞാൽ എന്നുള്ളെങ്കിൽ അവർ ജയിക്കണ്ടേ? ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇവർ ജയിക്കണ്ടേ? കഴിഞ്ഞ ഇലക്ഷൻ ഇവർ വരണ്ടേ? ഇപ്പൊ 2024 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുന്നുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുന്നതിനകത്ത് ഈ മുസ്ലിം ഭൂരിപക്ഷം, ബീഹാറി മുസ്ലിങ്ങളുണ്ട്, പശ്ചിമ ബംഗാളി മുസ്ലിങ്ങളുണ്ട്, കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കൂടെ ഒന്നിച്ച് വോട്ട് കിട്ടുമെന്നാ പറഞ്ഞത്. ഇല്ല, ഒന്നിച്ച് കിട്ടത്തില്ല. ഇവർക്കറിയത്തില്ല ഇന്ത്യയുടെ ഒരു കാര്യം വരുമ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയുടെ കൂടെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. മതമൂല്യവാദികൾ പറയുന്ന തിട്ടൂരമല്ല ഇവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ. അത് മനസ്സിലാക്കി ആ വോട്ടിന് വേണ്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് പലവട്ടം ഫെയിലർ ആയിട്ടുണ്ട്, ഇനിയും ഫെയിലർ ആവും. രണ്ടാമത്തെ ഒരു കാര്യം, ഇലക്ഷന് മത്സരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം BJP പറഞ്ഞ അലിഗേഷനും ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അലിഗേഷനും ചൈനയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ഫണ്ട് മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഇവർ ഇതിന്റെ ഭാഗമായിട്ട് നിന്നേ മതിയാകത്തുള്ളൂ. അത് ചിദംബരത്തെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വ്യക്തത വരുത്തുന്ന പല തെളിവുകളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഈ കാര്യങ്ങൾക്കകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുന്നതിനകത്ത്, ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനകത്ത്, ഇന്ത്യക്കകത്ത് നടക്കുന്ന ഇന്ത്യക്കാർ അംഗീകരിക്കുന്ന കാര്യത്തിന് എതിർത്ത് പറയുന്നതിനകത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അത് പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പറഞ്ഞേ മതിയാവൂ. അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അതിന് നിങ്ങൾ പണം വാങ്ങിച്ചതല്ലേ, അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ലേ നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചതെന്ന് ആരോ ചോദിക്കാൻ നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയക്കാരനാണെങ്കിൽ 20 കൊല്ലം കൊണ്ട് അയാൾ പറയുന്നത് ഞാൻ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ ഫാമിലി എന്ന് വരുന്നതാണ്. എന്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എന്റെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, അമ്മൂമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇതിന്റെ ഒരു മണമെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണമുണാച്ചൻ ഈ വർത്തമാനം പറയൂ. അല്ല നാളെ കാലത്തെ പ്രധാനമന്ത്രി ആവേണ്ട ആളാണെങ്കിൽ ഇത് പറയൂ. നമ്മളന്ന് അനിച്ചു നോക്കിയാൽ ഞാൻ പറയത്തില്ല, ഞാൻ കള്ളനാന്നേലും പറയത്തില്ല, ഞാൻ സത്യസന്ധനായിട്ട് നിൽക്കും. നിന്നിട്ട് ആൾക്കാരെ പറ്റിക്കും, അവരുടെ വോട്ട് മേടിച്ചും, എന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരുന്ന് നേരത്തെ ഇവരുടെ അപ്പൂപ്പ പൊട്ടിച്ചതുപോലെ, അമ്മ പൊട്ടിച്ചതുപോലെ, അച്ഛൻ പൊട്ടിച്ചത് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അവരാരൊക്കെ പൊട്ടിച്ചതുപോലെ അല്ല ഇന്ത്യ വിട്ടു കൊടുത്താൽ പോരെ. പക്ഷെ ഇയാൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒന്നുകിൽ ഇയാൾ മണ്ടനാ, കാരണം ഇയാൾക്ക് പ്രധാനമന്ത്രിയായിട്ടുള്ള പണി നടത്തി കാര്യങ്ങൾ നടത്താൻ പോകത്തില്ല. ഈ പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി ഒക്കെ പറയുന്ന പോലെ ഇവർ ഈ ബ്രിട്ടീഷ് പാസ്പോർട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇറ്റാലിയൻ പാസ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഇവരുടെ കയ്യിൽ ഇതിന്റെ രേഖ ഉൾപ്പെടെ കയ്യിലിരിപ്പുണ്ട്. ഇതെല്ലാം ഉള്ള ലോകത്തെ രേഖ മൊത്തം ഇരിക്കുന്നത് ഈ അമിത്ഷായുടെ കയ്യിലും പ്രധാനമന്ത്രിയുടെ കയ്യിലും ഇരിക്കാതിരിക്കുന്നു. ഇയാളെ പറഞ്ഞു വിടാതിട്ടേക്കുക. ഒരു പക്ഷെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ തമാശ പറഞ്ഞല്ല, നീ ഇവിടെ ഈ പണി ചെയ്തോണം, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, ഡബിൾ പാസ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഈ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് ഇയാള് BJPക്ക് എതിരാന്നുള്ള രീതി സംസാരിക്കും. BJPക്ക് എതിരാന്നുള്ള രീതി സംസാരിച്ചിട്ട്
യഥാർത്ഥത്തിൽ എതിരാണ്. ഇപ്പോഴും BJPക്ക് അനുകൂലമല്ല ഇയാളുടെ ഈ സിന്ധുവിന്റെ വിഷയം കൊണ്ടുവന്നിട്ട് അവർ ചർച്ച ചെയ്തപ്പോൾ. അതിനു മുമ്പ് ഇയാൾ കൊണ്ടുവന്ന വിഷയം നമ്മൾ ആലോചിച്ച് നോക്കിയോ? ഇയാൾ കൊണ്ടുവന്ന വിഷയം ഭരണഘടനയുടെ വിഷയം കൊണ്ടുവച്ച് ചർച്ച ചെയ്തപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ആർക്കാ ഗുണം? BJPക്ക് അല്ലേ ഗുണം? ആരാ ഞാൻ BJPയുടെ കയ്യിലോട്ട് കൊണ്ടിട്ട് കൊടുത്തു, പറഞ്ഞിട്ട് നാറി ഇയാൾ അച്ഛനും വിളിച്ചു, അമ്മൂമ്മയ്ക്കും വിളിച്ചു, എല്ലാവർക്കും വിളിച്ചു, കോൺഗ്രസിനെ മൊത്തം വിളിച്ചു. നമ്മൾ പറയുന്നത് തന്തയ്ക്ക് വിളിക്കത്തില്ല, വരച്ചായിട്ട് തന്തയ്ക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്ന വലിച്ചേരി ഒട്ടിച്ചു കൊടുത്തില്ല. അപ്പൊ ഇത് ഈ രീതിയിലൊക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഉദാഹരണം പറയും. സത്യം ഞാൻ പറയുന്നത് തമാശ പറയല്ലേ. എന്റെ ഒരു ബന്ധു ഒരു RSSന്റെ ഒരു ദേശീയ നേതാവാണ്. അപ്പൊ ഒരു പ്രാവശ്യം എന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നപ്പം അമ്മ കാലൊടിഞ്ഞ് കിടന്നപ്പോ അദ്ദേഹം ഇവിടെ നേരിട്ട് വന്നു. അപ്പൊ 2014 ഇലക്ഷന് ശേഷം 2019 ഇലക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ഇലക്ഷനകത്ത് UP-ല് ഈ SP-യും BSP-യും കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ്. BSP ആയിട്ട് രഹസ്യധാരണ, കോൺഗ്രസും എല്ലാം കൂടെ അല്ല, കോൺഗ്രസ് വേറെ നിൽക്കുന്നു, BSP SP-യോട് ഒന്നിച്ച് നിൽക്കുന്നു. അപ്പൊ ഇവർ മൂന്നുപേരുടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 70% വോട്ടുണ്ട്. അപ്പൊ BJP അതിന് മുമ്പത്തെ പ്രാവശ്യം 2014 ഏതാണ്ട് 70 സീറ്റോളം മത്സരിച്ചിട്ടുണ്ടല്ലോ, 80-നകത്ത് ജയിച്ചു, 70 സീറ്റോളം ജയിച്ചു. അപ്പൊ അടുത്ത പ്രാവശ്യം ഇവരെ എങ്ങനെയും താത്തു കിട്ടണം. UP പിടിക്കുന്നവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോഴത്തേന് ഇവര് രണ്ടും കൂടെ കൂടിയാൽ ലോകത്തെ അവിടെ ആർക്ക് നോക്കിയാലും ഒരു രക്ഷയില്ല. ഈ രണ്ട് പാർട്ടിയും പ്രബല പാർട്ടി, SP BSP പ്രബല പാർട്ടിയാണ്. BJP അതിനെ മറികടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇപ്പോഴും വലിയ ദേശീയ നേതാവ്, അതുകൊണ്ട് അവരുടെ 7 നേതാക്കന്മാരിൽ ഒരു നേതാവ് കാര്യങ്ങൾ കേന്ദ്രത്തിൽ തീരുമാനിക്കുന്നത്. അപ്പൊ പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാനപ്പോ ഈ അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലെന്നോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം കേരളത്തിലെ എന്തൊക്കെയോ ഇലക്ഷൻ നടക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കൊക്കെ വന്നപ്പോ ഇവിടെ നമ്മുടെ വീട്ടിൽ കയറിയത്, അമ്മ കാലൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് കയറിയതാ, അമ്മയുടെ അമ്മാവന്റെ മോനാ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ പുള്ളിയോട് ചോദിച്ചു, UP-യിലെ കാര്യമൊക്കെ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പം UP-യിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേടിക്കാനൊന്നുമില്ല, മേളിൽ അഖിലേഷ് യാദവും കൂടെ വിചാരിച്ചാൽ നടക്കുന്ന രാഷ്ട്രീയമല്ല, അവര് നമ്മോട് ഒന്നിക്കും. പക്ഷെ ആ ജാതി രണ്ടുകൂടെ, യാദവന്മാരും പറയർ സമുദായം എന്ന് പറയുന്ന സമുദായമാണ് BSP-യുടെ കൂടെ, അവർ രണ്ടുകൂടെ ഒന്നിക്കത്തില്ല, ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞു. അവിടെ ഏതാണ്ട് 65, 68, 70 സീറ്റിനോട് ഇപ്രാവശ്യവും കിട്ടുമെന്ന് പറഞ്ഞു. ഞാനപ്പോ ഇദ്ദേഹത്തെ പണ്ട് അമിത്ഷായെ പത്രക്കാര് പുച്ഛിച്ചിരിച്ചോ, ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരു കാണാമെന്നൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ ചിരിച്ചിട്ട് പുള്ളി പോയി. എന്നിട്ട് രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഈ പറയുന്ന പോലെ എല്ലാരെയും ഈ കോൺഗ്രസ് പാർട്ടി പർച്ചേസ് ചെയ്യുന്നു, അമിത്ഷാ വലിയ ഘടകൺ അല്ലെങ്കിൽ വലിയ കക്ഷിയാ, സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ വലിയ കക്ഷിയാണ്, കോൺഗ്രസിനെ എല്ലാം പർച്ചേസ് ചെയ്യുന്നു, MLA-മാരെ പർച്ചേസ് ചെയ്യുന്നു, MP-മാരെ പർച്ചേസ് ചെയ്യുന്നു, വലിയൊരു ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞു. അപ്പൊ ഇനി ആരെയൊക്കെ പർച്ചേസ് ചെയ്യുന്നപ്പോ എന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം സത്യസന്ധം. പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞാ ഉള്ളിൽ വെച്ച് പറഞ്ഞെന്ന് പറയത്തില്ല, എനിക്ക് തോന്നുന്നു അയാൾ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാ. സത്യസന്ധമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു, പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തോന്നി ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പലവട്ടം എനിക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വരുവാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പോഴും വരുവാണ്. കാരണം ഒരു രാഹുലക്കാലത്ത് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഇയാൾ നടന്നത്. ഇപ്പോഴത്തെ OBC-യുടെ കാര്യം കൊണ്ട് വന്നിട്ടുണ്ട്. OBC-യുടെ കാര്യം ഇപ്പൊ ചർച്ചയ്ക്ക് വെച്ചാൽ ഇയാൾ വീണ്ടും പോലും OBC-യെ പരിഗണിക്കുന്നത്. OBC-യെ പരിഗണിച്ചേക്കുന്നത് മൊത്തം BJP-യാ. കോൺഗ്രസിനകത്ത് OBC ഇല്ല. പണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കാമരാജ് മാത്രമേ ഉള്ളൂ OBC. ഇപ്പൊ തന്നെ ഇവിടെ OBC-യെ പരിഗണിച്ചായിരുന്നു. കേരളത്തിൽ OBC ചർച്ചയെ കൊണ്ട് വെച്ചാൽ എങ്ങനെ? ഇപ്പൊ ഇന്ത്യ മൊത്തം വെച്ചാൽ വളരെ വിചിത്രം. ഒന്നുമില്ല, ഇവരുടെ പേരിൽ OBC ഇല്ല, നേതാക്കന്മാരും ഇല്ല, ആരെയും പരിഗണിച്ചിട്ടില്ല, ഇത്രയും നാളും പരിഗണിച്ചിട്ടില്ല, ഇപ്പൊ പരിഗണിക്കാൻ നേതാക്കന്മാര്. കേരളത്തിലെ കാര്യം പരിഗണിച്ച ഇവിടുത്തെ ഈഴവൻ എത്ര MLA ആണ്? K ബാബു മാത്രമാണ് ഈഴവൻ MLA OBC വരുമ്പോ. രണ്ടാമതൊരു MLA ഇല്ല കേരളത്തിൽ. OBC-കാരന്റെ കാര്യം വന്നപ്പോ എടുത്തു വെച്ച് ഇവിടെ ചർച്ച ചെയ്യുക. വിവരമുള്ളവൻ പിന്നെ ഇവിടെ ഇല്ലല്ലോ. OBC പരിഗണന ആര് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ CPM-കാരനും BJP-കാരനും ഇവിടുത്തെ CPM-കാരനോട് തീരുമാനിച്ച കോൺഗ്രസ് വിട്ടു. ആകെപ്പാടെ K ബാബു മാത്രമേ ഉള്ളൂ. പിന്നെ അടൂർ പ്രകാശ് ഉണ്ട്, അദ്ദേഹം MP ആയിട്ടിരിക്കുകയാണ്. വേറെ ആരുണ്ട്? എത്ര സീറ്റ് ഉണ്ട്? അപ്പൊ ഇനി പഞ്ചായത്ത് വരുമ്പോൾ എത്ര സീറ്റ് കൊടുക്കും? അല്ലെങ്കിൽ ഇത് ഇത്രയും കാലം കൊണ്ട് പരിശോധിക്കുമ്പോൾ എത്ര സീറ്റ് കൊടുത്തിട്ടുണ്ട്? എന്നാൽ പിന്നെ OBC സ്നേഹം ഉണ്ടായിരുന്നേ ഏറ്റവും കണ്ട, നമ്മൾ ഇന്നും അംഗീകരിക്കേണ്ട, ഇപ്പോഴും ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വയലാർ രവി. എന്താ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാക്കാൻ? ഒരു R ശങ്കറിനെ 10 ദിവസം മുഖ്യമന്ത്രിയാക്കിയല്ല. അപ്പൊ ഇതാ പുള്ളിയുടെ പരിപാടി. കുഴപ്പങ്ങൾ എടുത്തു വെച്ച് കൊടുക്കുക. ഇന്നാ ഇതും കൊണ്ടുപോയി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, എന്നെ കൊണ്ടൊക്കെ എന്നെ ചെയ്തു. അപ്പൊ ഇയാള് ശരിക്കും പറഞ്ഞാൽ BJP പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ BJP-യുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അന്ന് പറഞ്ഞ BJP നേതാവ് പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം ഞാൻ ഈ പറഞ്ഞു വന്ന് സിന്ധൂരും അവരുടെ കൊണ്ട് കൊടുത്തു. ഈ പറഞ്ഞതുപോലെ ഇവര് കാണിച്ച കുഴപ്പങ്ങൾ 2008 ബോംബെ സ്പീക്കർ ആക്രമണ കേസിൽ ഏതാണ്ട് 168 പേരോളം മരിച്ചപ്പോൾ അന്ന് പാകിസ്ഥാന്റെ കൂടെ നിന്ന് അവർ ഒരാളെ അല്ലെങ്കിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നടത്തിയത് ഹിന്ദു ഭീകരതയാണ്, അല്ലെങ്കിൽ ആ ഹിന്ദു ഭീകരത ഇവിടെ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യയാണ് ചെയ്തെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നത്. അന്ന് അതിനനുകൂലമായിട്ട് പ്രസ്താവന നടത്തി കോൺഗ്രസ് നേതാക്കന്മാരാ. അന്ന് ഒരാളെ ജീവൻ പണയം വെച്ച ഒരു പോലീസുകാരൻ ജീവനോട് പിടിച്ചുകൊണ്ട് മാത്രം ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു, ഈ രീതിയിൽ വരുത്തി തീർക്കാൻ വന്ന ചാവേറുകളായിരുന്നു മനസ്സിലാക്കിയത്. അതിനുശേഷം 2009 പാകിസ്ഥാനോട് കരാറുണ്ടാക്കിയ ഈ പറയുന്ന കോൺഗ്രസ്
അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഈ പറയുന്ന 2014 മുമ്പ് ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോൾ, ആയിരക്കണക്കിന് സ്ഫോടനം മരിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദികളെ എല്ലാം സംരക്ഷിച്ചു പോവുകയും പാകിസ്ഥാന്റെ ഭാഗം നിന്നിരുന്ന കോൺഗ്രസ് ആണ് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്തിട്ടുള്ള കൃത്യമായ തിരിച്ചടിയും ലോകം അംഗീകരിച്ചിട്ടുള്ള 2014 ശേഷമുള്ള ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മളുടെ തിരിച്ചടികൾ, നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കുകളെല്ലാം സംശയത്തോടുകൂടി നമ്മുടെ പട്ടാളത്തെ ഈ പറയുന്നത് എല്ലായിടത്തും മുമ്പിൽ തെളിവ് ചോദിച്ചും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ നടത്തുന്ന കാര്യങ്ങൾ, ഇന്ത്യക്ക് വേണ്ടി നടത്തിയ കാര്യങ്ങൾക്കകത്ത് മൊത്തം കാര്യങ്ങളിലകത്തും ഇന്ത്യൻ പട്ടാളത്തെയും അത് ചെയ്ത ഭരണാധികാരികളെയും പുച്ഛിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ചെയ്ത കാര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന അതേ സംസാരിക്കുന്ന ഒരു രീതിയിലും ഒക്കെ നിൽക്കും. ഏറ്റവും അവസാനം അതുകൊണ്ട് പാർലമെന്റിൽ ഈ പറഞ്ഞതുപോലെ വിവരക്കേടിന്റെ ദേശീയ പ്രസിഡന്റായിട്ട് രാഹുൽ ഗാന്ധി ബാക്കിയുള്ളവരൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തു. പഹൽഗാം എന്ന് പറയുന്നതിനകത്ത് ഒരു ആഘോഷമാക്കി BJP അത് ആഘോഷിച്ചു. അവരുടെ ഒരു വിക്ടറി ഡേ ആയിട്ട് ഇന്നലെ പാർലമെന്റിൽ അത് പറഞ്ഞു, അത് രേഖപ്പെടുത്തി. ബാക്കി ഇവരുടെ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ, ഇവർ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഭീകരാക്രമണം, അതിന് കൊടുത്ത എന്ത് തിരിച്ചടികളും, അപ്പം ഒരു തിരിച്ചടിയും കൊടുത്തിട്ടില്ലെന്നും ഇത്ര ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച കാര്യങ്ങൾ എല്ലാം ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഏകദേശം കുറെ നാളത്തേക്ക് ഒരു സമാധാനം ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ഒക്കെ കിട്ടിക്കാണും. ഇനി അടുത്ത കാര്യമായിട്ട് വരും ഇവർ ഉദ്ദേശിക്കുന്ന 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ്. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഈ ഒരു കാര്യത്തോടു കൂടി, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തോടു കൂടി രാജ്യവിരുദ്ധ ശക്തിയായിട്ടുള്ള മുദ്ര കുത്തി 20 കൊല്ലമാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞത് ഇനിയും പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകുന്നത്. 20 കൊല്ലം പോയിട്ട് അടുത്ത ഇലക്ഷൻ ഒരുമാരുടെ കാണാം. അല്ല, തമാശ പറഞ്ഞ, ഞാൻ ശരിക്കും ഒന്നും പറഞ്ഞതല്ല, കാണത്തില്ല. കാരണം ഈ പോക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല രാജ്യവും മതമൊക്കെ ഉണ്ട്, അതിനകത്ത് ഒന്നും ഒരു വിഷയമൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് മൊത്തത്തിലൊരു വിഷയം വന്നാൽ, ഇന്ത്യയുടെ ഒരു വിഷയം വന്നാൽ, രാജ്യത്തിന്റെ ഒരു വിഷയം വന്നാൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന എല്ലാ ജാതിയും ഒന്നും. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും കാലമായിട്ടും ബ്രിട്ടീഷുകാരൻ വന്നിട്ടും മുഗളന്മാരും വന്നിട്ടും മറ്റ് പല ആൾക്കാരും വന്നിട്ടും അല്ലെങ്കിൽ ഇവിടെ പല ജാതിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യ ശിഥിലീകരിക്കാൻ ഇത്രയും ജാതിയും മതവും വർണ്ണവും വർഗവും വ്യത്യാസവും ഒക്കെ ഉണ്ടായിട്ടും നമ്മളെ പീഡിപ്പിക്കാൻ സാധിക്കും. അത് തന്നെയാണ് ലോകത്ത് പല രാജ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവനെ പീഡിപ്പിക്കാൻ പറ്റും? ഇവൻ പല വർത്തമാനമാണ് പറയുന്നത്, പല സ്വഭാവം പറയുന്നു, പല ഡ്രസ്സായിരുന്നു, പല ജാതിക്കാരനാണ്, പല സംസ്കാരമോ, പല രീതിയാണ്. എന്നിട്ട് നമുക്ക് അവനെ ഊഹിക്കാൻ പറ്റുന്നത് ഒറ്റ സംസാരവും ഒറ്റ വർത്തമാനവും ഒറ്റ ജാതി ഉള്ളവന്മാരെ പല തട്ടിലാക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ വൈവിധ്യം അത്രയ്ക്ക് വലുതാണ്. ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇന്ത്യക്ക് ഒരു വിഷയം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കും. അത് മനസ്സിലാക്കാതെ മതമൂല്യവാദികളുടെ വർത്തമാനം അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കോൺഗ്രസ് ഇനിയിൽ ഇന്ത്യയിൽ കാലമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയാണ് ഇന്നലത്തെ ചർച്ചയോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. എന്നാലും പപ്പു വീണ്ടും പെട്ടു എന്ന് വേണം പറയാൻ. ഓരോ പാർട്ടിക്കും ഓരോ പ്രത്യയശാസ്ത്രമായിരിക്കും സർ. പക്ഷേ അതിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഒതുങ്ങുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കൂടി കഴിയണം. അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷമാണ് എപ്പോഴും രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്തിട്ട് ഭരണ നേതൃത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പല തവണയായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെല്ലാം ഉള്ള മറുപടി ഇന്നലെ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അടങ്ങില്ല. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്കുള്ളൊരു മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയുണ്ടെങ്കിലും അതിനുശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വരും. പഴയ രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് എന്ന് പറയാതെ വയ്യ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.